പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4 യേശു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യന് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ അപ്പം മാത്രം പോരാ, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വചനവും ആവശ്യമാണ് എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഈ ലോകം സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ പരിപാലനയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ ശബ്ദമാണ് ദൈവവചനങ്ങളിലൂടെ നാം കേൾക്കുന്നത്. യേശു പറഞ്ഞിട്ടുള്ളത്, മനുഷ്യൻ ഭൂമിയിൽ സമാധാനത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലുമെല്ലാം ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. ആ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്കിവയെല്ലാം ലഭിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സുഭാഷിതം 6:22 തിരുവചനം പറയുന്നു, നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? ദൈവവചനത്തിൻ്റെ ശക്തി നാം അറിയുന്നില്ല, ദൈവത്തെ അറിയുന്നില്ല. ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ശക്തി ആർജിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് തെറ്റുകൾ പറ്റുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:29 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. പാപം ചെയ്യാതിരിക്കേണ്ടതിന് നാം എന്താണ് ചെയ്യേണ്ടത്? സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നു, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നാം ഹൃദയത്തിൽ വചനം സൂക്ഷിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കാൻ സാധിക്കും. അതുപോലെ സമാധാനത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സഹായത്താലാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം നാം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയാണ് ലഭിക്കുന്നത്. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാനോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് നമ്മുടെ ആത്മാക്കളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? യാക്കോബിൻ്റെ ലേഖനം 1:21-22 തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. ദൈവവചനം പാലിച്ച് നാം ജീവിക്കണമെന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന്. നമ്മിൽ കൂടുതൽ ആളുകളും നമ്മുടെ സ്വന്തം വഴിയിലൂടെയാണ് നടക്കുന്നത്. നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നോ അല്ലെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നോ നാം പലപ്പോഴും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ആകുലതയുടെയും പ്രലോഭനങ്ങളിലെയും ആ വലയത്തിൽ നാം വീണു പോകുന്നത്. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. 1 തെസ്സലോനിക്ക 4:3 തിരുവചനം പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. 4:7 പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹെബ്രായർ 12:14-15 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല.
ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. അപ്പോൾ ജീവിത വിശുദ്ധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അനുദിനം വിശുദ്ധിയിലേക്ക് വളരുകയാണ് നാം ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.